ലാരാവലിന്റെ സീരീസിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാരാവൽ കൺട്രോളേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പ്രീവിയസില് വീഡിയോയിൽ, അതായത് MVC ആർക്കിടെക്ചറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാരാവലിൽ എന്നല്ല, ഈ ഒരു MVC ആർക്കിടെക്ചറിന്റെ തന്നെ വൺ ഓഫ് ദ കോർ കോമ്പോണന്റ് ആണ് ഈ ഒരു കൺട്രോളർ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസറിന്റെ റിക്വസ്റ്റ് പ്രോസസ് ചെയ്യുന്നത് ഇവിടെയായിരിക്കും. ഈ ഒരു വീഡിയോന്റെ എൻഡ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് കൺട്രോളേഴ്സ് ക്ലിയർ ആവും. അതുപോലെ നിങ്ങളുടെ ലാരാവൽ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യുന്നത്, റൗട്ട് സ്ട്രൂൽ എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്, റൗട്ടിന് ഒരു ഡാറ്റ കൺട്രോളറിലേക്ക് എങ്ങനെ പാസ് ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ നിങ്ങൾ കൺട്രോളേഴ്സിന് എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾക്ക് വ്യൂവിനെ അക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അടുത്ത വീഡിയോയിൽ നമ്മൾ വ്യൂ പഠിക്കും, അതിന്റെ അടുത്ത വീഡിയോയിൽ മോഡൽ പഠിക്കും. എന്നിട്ടാണ് നമ്മൾ ഡാറ്റാബേസ്, അപ്പൊ എന്താ പറയുക, കൺട്രോളറിൽ നിന്ന് മോഡലിനെ അക്സസ് ചെയ്ത് ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ നമുക്ക് കൺട്രോളേഴ്സിന്റെ ഒരു കോഡിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് കൺട്രോളർ എന്നൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ലാരാവലിന്റെ MVC പാറ്റേണിൽ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു മിഡിൽമാൻ ആയിട്ട് ആക്ട് ചെയ്തെന്ന് പറയാം. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ മോഡലിന്റെ വ്യൂവിന്റെ ഇടയിലുള്ള മിഡിൽമാൻ ആണ്. അതുമല്ലാതെ റൗട്ട്സിന്റെയും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ വ്യൂസിന്റെയും കൂടെ ഇടയിലുള്ള മിഡിൽമാനുമാണ്. അതായത് ഇപ്പൊ ഒരു കൺട്രോളറിലേക്ക് റിക്വസ്റ്റ് പോകുമ്പോൾ ഫസ്റ്റ് റൗട്ടിലേക്കാണ് പോകുന്നത്, റൗട്ട്സിൽ നിന്ന് കൺട്രോളറിലേക്ക് പോകും. അപ്പം കൺട്രോളർ ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് വ്യൂവിനെയാണ് ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കൺട്രോളർ ചെക്ക് ചെയ്യും, ഇപ്പൊ നമ്മുടെ ഒരു വ്യൂ ലോഡ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ഡാറ്റാബേസ് ക്വറീസ് റൺ ചെയ്ത് റിസൾട്ട് ഫെച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എന്തെങ്കിലും ബിസിനസ് അതർ ലോജിക്സുകൾ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ. അപ്പൊ അതിനൊക്കെ ബേസ് ചെയ്ത് വ്യൂവിലേക്ക് ഡാറ്റ കൊടുക്കും, വ്യൂ ലോഡ് ചെയ്ത് വരും. ഇനി ചിലപ്പം നമുക്ക് മോഡലിന്റെ ഈ ഒരു ആവശ്യമേ ഉണ്ടാവത്തില്ല, ഡയറക്റ്റ് കൺട്രോളറിൽ നിന്ന് വ്യൂ ലോഡ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. അപ്പൊ ഒരു ട്രാഫിക് മാനേജർ പോലെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. നിങ്ങളുടെ ഇൻകമിംഗ് റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നു, നിങ്ങളുടെ ബിസിനസ് ലോജിക്സിനെ പ്രോസസ് ചെയ്യുന്നു, എന്താണ് ഒരു നിങ്ങളുടെ യൂസർ റിക്വസ്റ്റിന് റെസ്പോണ്ട് കൊടുക്കേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്നത് ഈ ഒരു കൺട്രോളറിൽ നിന്നിട്ടായിരിക്കും. അപ്പൊ റൗട്ട്സ് ഒരു യൂസർ ഒരു പുതിയ റൗട്ടിൽ നിങ്ങളുടെ ഒരു പ്രൊജക്ടിന്റെ URL കൊണ്ടുവന്ന് അവരുടെ ബ്രൗസറിൽ കൊടുത്താൽ ഫസ്റ്റ് റിക്വസ്റ്റ് വരുന്നത് ഈ ഒരു കൺട്രോളർ ഏരിയയിലേക്കായിരിക്കും. ഇനി ഒരു കൺട്രോളറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, കൺട്രോളേഴ്സ് നിങ്ങളുടെ ആപ്ലിക്കേഷനെ ഏറ്റവും എലഗന്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് പ്രീവിയസ് വീഡിയോയിൽ ഞാൻ റൗട്ടിംഗ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും കാണണം, കാരണം റൗട്ടിംഗ് അറിഞ്ഞാലേ കൺട്രോളേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പൊ റൗട്ടിങ്ങിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത്, ആ ഒരു ഏരിയയിൽ തന്നെയായിരുന്നു ഡാറ്റ പ്രോസസ് ചെയ്തതും വ്യൂവിനെ കോൾ ചെയ്തതും ഒക്കെ. പക്ഷെ ഒന്നും കൂടെ നമ്മുടെ കോഡ് മെയിൻറ്റൈനബിൾ ആൻഡ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കൺട്രോളേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള റിക്വസ്റ്റ് എല്ലാം കൂടെ ഒരു മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്തു ഒരുമിച്ചാക്കി ഒരു കൺട്രോളർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. അത് നിങ്ങൾ കാണും കേട്ടോ. അതായത് ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരു യൂസർ കൺട്രോളർ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ യൂസറിന്റെ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തായിരിക്കും, യൂസർ രജിസ്ട്രേഷൻ ഉണ്ടാവും, യൂസർ ലോഗിൻ വരും, പ്രൊഫൈൽ അപ്ഡേറ്റ്സ് വരും. ഈ കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള വ്യൂസിൽ കൊണ്ടുവന്ന് അതിന്റെ എല്ലാം എഴുതുന്നതിന് പകരം, അല്ലെങ്കിൽ ഒരു റൂട്ട്സിന് ആ ഒരു ക്ലോഷർ കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഒരു യൂസർ കൺട്രോളർ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് മെത്തേഡ്സ് ആയിട്ട് ഈ ഒരു സിംഗിൾ പ്ലേസിൽ ഹാൻഡിൽ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ട് ഏറ്റവും മെയിൻറ്റനബിൾ ആയിട്ട് ഒരു ക്ലീൻ കോഡ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ പാറ്റേൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കോഡിംഗ് പാർട്ടിലേക്ക് വരാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു കൺട്രോളർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ആർട്ടിസൺ മെത്തേഡ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ എന്തായിരുന്നു, സെർവ് മെത്തേഡ് യൂസ് ചെയ്തിട്ടല്ലേ ഈ ഒരു ലാരാവലിന്റെ സെർവറിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഒരു ആർട്ടിസൺ കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് റൺ ചെയ്യുന്നത്. അതായത് PHP ആർട്ടിസൺ മെയ്ക്ക് കൺട്രോളർ, ഇത്രയും ബിൽറ്റ് ഇൻ കമാൻഡാണ് കേട്ടോ. PHP സ്പേസ് ആർട്ടിസൺ സ്പേസ് മെയ്ക്ക് കൺട്രോളർ. ഇത് നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്ടിന്റെ അകത്ത് കയറിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടി. കൺട്രോളർ ഫോൾഡറിന്റെ അകത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ആ കൺട്രോളറിന്റെ പാത്ത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പ്രൊജക്ടിന്റെ റൂട്ട് ഡയറക്ടറിയിൽ കയറുക, ഈ ഒരു
കമാൻഡ് റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോൾ എന്താ കൺട്രോളർ നെയിം കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ഇനി കൺട്രോളർ എന്ന് പറയുന്നത് ഊപ്സ് കോൺസെപ്റ്റിലെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ക്ലാസിന്റെ പ്രത്യേകത എന്താ, നമ്മൾ എപ്പോഴും ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല കേട്ടോ. അതായത് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി പറയാനുണ്ടാവും. ക്ലാസ്സും ഒബ്ജക്ട്സും ഒക്കെ എന്താ പറയാ, ഒരു ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യും, അതിൽ നമ്മൾ ഒബ്ജക്റ്റ് എടുക്കും. അതിന്റെ ഊപ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഒരുപാട് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഊപ്സ് കോൺസെപ്റ്റിൽ അത്ര അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടാൽ മതി. ഈ ഒരു കൺട്രോളർ ക്ലാസ് എല്ലാ ക്ലാസ്സും ഫോളോ ചെയ്യുന്ന ഒരു ജനറൽ പാറ്റേൺ ഉണ്ട്. അതിന്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കും, ക്ലാസ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. മാൻഡേറ്ററി അല്ല, പക്ഷെ ഒരു പാറ്റേൺ ആണ്, അത് നിങ്ങൾ ഫോളോ ചെയ്യാട്ടോ. അപ്പൊ നമ്മൾ യൂസർ കൺട്രോളർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ കമാൻഡ് റൺ ചെയ്യട്ടെ. ഈ കമാൻഡ് സക്സസ്ഫുള്ളി റൺ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമ്മുടെ പ്രൊജക്റ്റിലേക്ക് തിരിച്ചു വരാം. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഡൽസും അതുപോലെ തന്നെ കൺട്രോളേഴ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിന്റെ അകത്തായിരിക്കും. കൺട്രോളേഴ്സ് ആണെങ്കിൽ HTTPന്റെ അകത്ത് കൺട്രോളർ ഫോൾഡറിന്റെ അകത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസർ കൺട്രോളർ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഓരോ മെത്തേഡിനെയും ഇപ്പൊ യൂസർ റിലേറ്റ് ചെയ്തിട്ടുള്ള യൂസർ ലോഗിൻ, യൂസർ രജിസ്റ്റർ അല്ലെങ്കിൽ യൂസർ ഡാറ്റ, ഈ ഒരു കൺട്രോൾ മെത്തേഡ്സ് എല്ലാം ഡിഫൈൻ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേറൊരു മെത്തേഡും കൂടെ കാണിച്ചു തരാം. അതായത് ഇതേ കൺട്രോളറിന്റെ കൂടെ ഇപ്പോൾ നിങ്ങൾ CRUD ഓപ്പറേഷൻസ് അല്ലേ, ഇപ്പൊ ക്രിയേറ്റ്, ഡിലീറ്റ്, അപ്ഡേറ്റ് സാധനങ്ങളല്ലേ. അപ്പം ഈ CRUD ഓപ്പറേഷൻസിന്റെ മെത്തേഡ്സിനെ നിങ്ങൾ ബൈ ഡിഫാൾട്ട് ക്രിയേറ്റ് ചെയ്യണം. അതായത് കൺട്രോളറിന്റെ കൂടെ തന്നെ ഇതുപോലുള്ള CRUD ഓപ്പറേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു പോസ്റ്റ് കൺട്രോൾ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു ഇത് നമ്മൾ CRUD ഓപ്പറേഷൻസിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ മോഡൽ കഴിഞ്ഞിട്ട് എടുത്തിട്ടേ നമുക്കത് പറയാൻ പറ്റൂ. ഞാൻ ജസ്റ്റ് ഈ കമാൻഡ് മാത്രം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ട് റിസോഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പൊ റിസോഴ്സ് കമാൻഡ് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇൻഡെക്സ്, ക്രിയേറ്റ്, സ്റ്റോർ, എഡിറ്റ്, അപ്ഡേറ്റ്, ഡിസ്ട്രോയ്, ഈ മെത്തേഡ്സ് ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്തോളും. CRUD ഓപ്പറേഷനിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പറേഷൻ ആ മെത്തേഡ്സിനകത്ത് ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ മതി. അഗെയിൻ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പോസ്റ്റ് ഇവിടെ കണ്ടോ, ഇൻഡെക്സ് മെത്തേഡ്, ക്രിയേറ്റ് മെത്തേഡ്, സ്റ്റോർ മെത്തേഡ്, ഷോ മെത്തേഡ്. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ മെത്തേഡിന് നെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ കണ്ടന്റ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ അതിലേക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു കമാൻഡ് പറഞ്ഞപ്പം അതും കൂടെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കൺട്രോളർ ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, ഇതിനി എങ്ങനെയാണ് യൂസറുമായിട്ട്, അതായത് ഇതിനി എങ്ങനെയാണ് റൗട്ട്സുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ഈ കൺട്രോളർ ക്ലാസ്സിന്റെ അകത്ത് എനിക്കൊരു യൂസർ കൺട്രോളറിന്റെ അകത്ത് ഞാനൊരു മെത്തേഡ് ഡിഫൈൻ ചെയ്യുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇത് കൊടുക്കാം കേട്ടോ, ആക്സസ് മോഡിഫയേഴ്സ്, പബ്ലിക്, പ്രൈവറ്റ് സാധനങ്ങളൊക്കെ കൊടുക്കാം. ഞാൻ ഗെറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡാണ് കൊടുക്കുന്നത്. പാരാമീറ്റേഴ്സ് ഒന്നും റിസീവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു വ്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ജസ്റ്റ് യൂസർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടൊരു HTML ടെക്സ്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കൺട്രോളറിനെ റൗട്ട്സിലേക്ക് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് ഞാൻ ഈ റൗട്ട് അല്ലാതെ ബാക്കി എൻ്റെ എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന എല്ലാ റൗട്ട്സിനെയും നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൗട്ടുകളാണ്. ഇതിനെല്ലാം ഞാനൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു സിൻടാക്സ് ഇവരിവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഒരു സിൻടാക്സ് തന്നെയാണ് കേട്ടോ, പ്ലേസ് ഹോൾഡർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഒരു ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണല്ലോ റൗട്ടിനെ ഡിഫൈൻ ചെയ്തത്. എന്നിട്ട് നിങ്ങളുടെ റൂട്ട് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ഈ യൂസറിന് തന്നെ കൊടുക്കാം, റൗട്ടിനെയും നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു അറേ ഡിഫൈൻ ചെയ്യാം. അറേ ഡിഫൈൻ ചെയ്തിട്ട് 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം. നമുക്ക് 2 വിധത്തിൽ പാസ് ചെയ്യാം. നമ്മൾ മോഡേൺ സിൻടാക്സ് യൂസ് ചെയ്യുന്നത്, ഓൾഡ് സിൻടാക്സ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഈ ഒരു മോഡേൺ വേ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കൺട്രോളർ ക്ലാസിന്റെ നെയിം കൊടുക്കണം. അപ്പൊ കൺട്രോളർ ക്ലാസ് ഇവിടെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം. അതിപ്പോ ഞാൻ നെയിം സ്പേസ് കോപ്പി ചെയ്യണം, എന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നെയിം സ്പേസ് ഇതിന്റെ പാത്ത് എടുത്താലും മതി കേട്ടോ. നിങ്ങളിപ്പം എന്താ പറയാ, ഇപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കോർ PHP തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ Node.js ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ കൺട്രോളേഴ്സ്. ഇനി കൺട്രോളേഴ്സിൽ ഏത് കൺട്രോളറാണ് വേണ്ടത്,
യൂസർ കൺട്രോളർ. ഇനി എന്ത് ചെയ്യുക, ഏത് കൺട്രോളർ ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ ക്ലാസ് കൂടെ കൊടുക്കുക. ഇനി രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഏത് മെത്തേഡിനെയാണോ കോൾ ചെയ്യേണ്ടത് ആ മെത്തേഡ്, ഇപ്പൊ നമ്മുടെ കേസിലാണെങ്കിൽ ഗെറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ്, ആ മെത്തേഡിനെയും കൂടെ പാസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബ്രൗസർ, ഫസ്റ്റ് ഞാൻ ഈ ഒരു സെർവർ ഒന്ന് അപ്പാക്കുവാണ്. PHP ആർട്ടിസൻ സെർവർ. ഇപ്പൊ നമ്മുടെ റൂട്ട് റൗട്ട് ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള /user എന്ന് പറഞ്ഞിട്ടുള്ള റൗട്ട് കൊടുക്കാം. എറർ വന്നിട്ടുണ്ട്, യൂസർ കൺട്രോളർ. സോറി, ഞാൻ ക്ലാസ് നെയിം കൊടുത്ത സമയത്തെ സ്ട്രിങ് പോലെ സെറ്റ് ചെയ്തു പോയി. ഇവിടെ നമുക്ക് സ്ട്രിങ്ങിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാട്ടോ നമുക്ക് എറർ വന്ന്. യൂസർ പ്രൊഫൈൽ വന്നല്ലേ. അപ്പൊ ഇങ്ങനെയാണ്. ഇപ്പൊ ഒരു അരയായിട്ട് പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് കൊടുക്കണം. റൗട്ടിന്റെ നെയിം കഴിഞ്ഞിട്ട് ഇത് സ്ട്രിങ് ആയിട്ടല്ല കേട്ടോ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോളർ പാസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കൺട്രോളറിൽ ഏത് മെത്തേഡാണോ കോൾ ചെയ്യേണ്ടത് ആ മെത്തേഡിനെ പാസ് ചെയ്ത് കൊടുക്കുക. ഇനി ലാരാവലിലൊക്കെ ഓൾറെഡി നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിൻടാക്സിനേക്കാളും ഈ ഒരു സിൻടാക്സ് ആയിരിക്കും ഫെമിലിയർ ആയിട്ടുണ്ടാവുക. ഇത് അതിന്റെ ഓൾഡർ ആയിട്ടുള്ള സിൻടാക്സ് ആണ് കേട്ടോ, പഴയ സിൻടാക്സ് ആണ്. അപ്പൊ ഇവിടെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതും ചിലർ പ്രിഫർ ചെയ്യാറുണ്ട്. നമ്മൾ ഇതുപോലെ നെയിം സ്പേസ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് കൺട്രോളറിന്റെ പാത്ത് കൊടുക്കുക, ഒരു സിംഗിൾ പാരാമീറ്റർ ആയിട്ട്. അതുപോലെ അരയായിട്ട് കൊടുക്കൂല, എന്നിട്ട് അറ്റിട്ടിട്ട് നിങ്ങളുടെ മെത്തേഡ് കൊടുക്കാം. ഇവിടെ ഇപ്പം ഇൻഡെക്സ് എന്നല്ല, നമ്മുടെ മെത്തേഡ് ആണെങ്കിൽ എന്താണ്, ഗെറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ്. അപ്പൊ ഇതാണെങ്കിലും ഓക്കെയാണ്. പക്ഷെ ഇത് ഇപ്പം ലേറ്റസ്റ്റ് മോഡേൺ സിൻടാക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്ത പോലെ അരയായിട്ട് മെത്തേഡും അതുപോലെ തന്നെ ക്ലാസ് നെയിമും പാസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ നാലാമത്തെ പാർട്ടിലേക്ക് വരാം. ഇപ്പൊ നമ്മളൊരു കൺട്രോളറിൽ വന്നു. എന്നിട്ട് എന്താ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയ, നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് ലോഡ് ചെയ്യാം. അതിനെ നമ്മൾ റൗട്ടുമായിട്ട് കണക്ട് ചെയ്തു അല്ലെ. ഇനി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡൈനാമിക് URL, അതായത് നമ്മൾ എന്തെങ്കിലും URL ഒരു പാരാമീറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ റൗട്ടിൽ അത് റിസീവ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് റൗട്ട് ചെയ്ത് നമ്മൾ വ്യൂ ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അതുപോലെ എന്തെങ്കിലും ഒരു ഡൈനാമിക് പാരാമീറ്റേഴ്സ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത്, അതായത് URL വരുമ്പം എങ്ങനെയാണ് നമ്മുടെ കൺട്രോളറിലേക്ക് ആ ഡാറ്റ കൊണ്ടുവരുന്നതെന്ന് നോക്കാം. അപ്പോൾ വ്യൂവിന്റെ കേസിൽ സ്ലെയിം ആണ്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നെയിം ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു കേർലി ബ്രേസസിനുള്ളിൽ പ്ലേസ് ഹോൾഡർ ആയിട്ട് അതിനെ റിസീവ് ചെയ്താൽ മതി. എന്നിട്ട് കൺട്രോളറിന്റെ അകത്ത് എന്ത് ചെയ്യുക, ഈ മെത്തേഡിന്റെ പാരാമീറ്റർ ആയിട്ട് ജസ്റ്റ് അതിനെ റിസീവ് ചെയ്താൽ മതി. ഇപ്പൊ ഞാന് ഇതിന്റെ കൂടെ തന്നെ നെയിം എന്ന് പറഞ്ഞ കൊടുക്കുവാണ്. എനിക്കവരുടെ ഓട്ടോ കംപ്ലീഷൻ ഭയങ്കര ഇഷ്ടാട്ടോ. സോറി, നമ്മളിപ്പോ ഓപ്ഷണലായിട്ടല്ലോ സ്പേസ് ഇല്ലാത്ത. ഇവിടെ കണ്ട യൂസർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ടേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞ പോലെ റൗട്ടിന്റെ വീഡിയോ പ്രീവിയസിൽ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ആ പാരാമീറ്റേഴ്സ് റിസീവ് ചെയ്തു URL നിന്ന്. കൺട്രോളറിന്റെ മെത്തേഡിന്റെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, റിസീവ് ചെയ്തു. ഇത്രയേ ഉള്ളൂ പാരാമീറ്റേഴ്സിനെ റിസീവ് ചെയ്യുന്നത്. ഇനിയിപ്പം നമ്മൾ
ആദ്യം ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് എൻഡിന്റെ കേസിൽ ജേക്വറിയും പ്ലെയിൻ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിയാക്ട് യൂസ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. അപ്പം ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ അജാക്സ് റിക്വസ്റ്റ് ഒക്കെ ഇടൂലേ, അപ്പൊ റിക്വസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മൾ ക്വറി പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് കൊടുക്കും. അതിപ്പോ ഞാൻ കാണിക്കുന്നില്ല. അപ്പൊ ഇതുപോലെ ക്വറി പാരാമീറ്റേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് യൂസ് ചെയ്തിട്ടായിരിക്കും. റിക്വസ്റ്റ് ക്ലാസ്സിൽ ഒരു റിക്വസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ നിന്നിട്ട് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇതുപോലെ കൊറി സ്ട്രിങ്ങിനെ അതിന്റെ പേര് വെച്ചിട്ട് എടുക്കും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇത് എല്ലാവർക്കും ഒന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, ഒന്നും പേടിക്കേണ്ട, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും കേട്ടോ. ഇപ്പൊ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇതുപോലെ നമ്മൾ URL-ഉം കൊറി പാരാമീറ്റേഴ്സും പാസ് ചെയ്യുമ്പോൾ, കീ വാല്യൂ പേയേഴ്സ് ആയിട്ട് പാസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു റിക്വസ്റ്റ് ക്ലാസ് ഉണ്ട് ബിൽറ്റിൻ ആയിട്ടുള്ള, അതിന്റെ ഒബ്ജക്റ്റിൽ നിന്ന് ഗെറ്റ് മെത്തേഡ് ത്രൂ ഈ നെയിം വെച്ചിട്ടായിരിക്കും ഓരോ പാരാമീറ്റേഴ്സ് കൊറി പാരൻസിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. നിങ്ങളിപ്പം അതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ ഫോമും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും നേരം നമ്മൾ എന്താ നോക്കിയത്? നമ്മൾ നമ്മുടെ കൺട്രോളറിൽ നിന്നിട്ട് സ്റ്റാറ്റിക് ആയിട്ട് ഒരു ടെക്സ്റ്റ് ആണല്ലോ ഇന്റർഫേസിലേക്ക് റിട്ടേൺ ചെയ്ത് ബ്രൗസറിൽ നിന്ന് റിട്ടേൺ ചെയ്തത്. ഇതിന് പകരം നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ കുറെ വ്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിലേതെങ്കിലും ഒരു വ്യൂ എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ കറക്റ്റ് നെയിമിന്റെ ആവശ്യമുണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ പ്രീവിയസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നിട്ട് ഈ പ്രൊഫൈലിന്റെ വ്യൂവിനെ നമ്മൾ നെയിംഡ് ഇതായിട്ട് റൗട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, കോമ്പാക്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് കൊടുത്തത്. അതേ സെയിം സിന്റാക്സ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. നമുക്ക് കോമ്പാക്ട് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പാരാമീറ്റർ പാസ് ചെയ്യാം. വ്യൂ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതിനെ കോഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോമ്പാക്ട് അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ അറേ സെറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വിത്ത് ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഹെൽപ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് വ്യൂ ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് വ്യൂവിനെയാണോ ലോഡ് ചെയ്യേണ്ടത് ആ വ്യൂ നെയിം കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ പാരാമീറ്റേഴ്സിനെയും കൊടുക്കുക കേട്ടോ. നമ്മൾ കോമ്പാക്ട് എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ട് ഈ നെയിം എടുത്തോളും, കീ വാല്യൂ പെയർ ആയിട്ട് നെയിം തന്നെ വന്നോളും. പിന്നെ നമുക്ക് ഒന്നും കൂടെ പോയിട്ട് ബ്രൗസറിൽ റിഫ്രഷ് ചെയ്ത് നോക്കാം. നോക്കട്ടെ എന്താ ഇഷ്യൂ. ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്നറിയോ? നമ്മൾ പ്രീവിയസ് വീഡിയോയിലെ ആങ്കർ ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ റീഡയറക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? ഇപ്പൊ നമ്മൾ ആ റൗട്ടിനെ ജസ്റ്റ് കമന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. ഞാൻ ആ ഒരു വെൽക്കം പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റൗട്ടിനെ ഒന്ന് അൺകമന്റ് അല്ലെങ്കിൽ റിമൂവ് ചെയ്താൽ മതി. ഈ റൗട്ട് എക്സിസ്റ്റിംഗ് അല്ലാത്തതുകൊണ്ടാണ് ആ ഒരു എറർ കാണിക്കുന്നത്. റിഫ്രഷ് ചെയ്യാം. ഇതാ പ്രൊഫൈൽ പേജ് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ട പോലെ ആങ്കർ ടാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത റൗട്ടിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ കേട്ടോ. അതായത് ഒരു പർട്ടിക്കുലർ റൗട്ടിൽ നിന്ന് നമ്മൾ വ്യൂവിനെ ലോഡ് ചെയ്യുന്നത് ഈ ഒരു സിന്റാക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഇനി ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചെറിയ കാര്യമാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഈ പ്രൊഫൈൽ ഒരു ഫോൾഡർ, ഇതിന്റെ അകത്ത് ഈ വ്യൂ ഫോൾഡറിന്റെ അകത്ത് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. യൂസർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ പ്രൊഫൈലിനെ എടുത്തിട്ട് ഈ ഒരു യൂസറിന്റെ അകത്തേക്ക് ഇടുവാണ്. അപ്പൊ ഇപ്പൊ എന്താ, നമുക്കൊരു നെസ്റ്റഡ് സ്ട്രക്ചർ ഫോൾഡർ സ്ട്രക്ചർ ക്രിയേറ്റ് ആയില്ലേ? അതായത് ആദ്യം വ്യൂസ് ഉണ്ട്, അത് ഇൻഡയറക്റ്റ് ആയിട്ട് റീഡ് ചെയ്തോളും ലാരാവലിൽ, നമ്മൾ ടെൻഷൻ അടിക്കണ്ട. പക്ഷെ ഇപ്പൊ നമ്മൾ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, റൗട്ടിനെ ആക്സസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എറർ അടിക്കും. കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വ്യൂസിന്റെ അകത്ത് എന്തില്ല, ഒരു പ്രൊഫൈൽ പേജ് ഇല്ല. ഈ ഫോൾഡേഴ്സിന്റെ അകത്ത് ഇതുപോലെ നെസ്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നെങ്കിൽ നിങ്ങൾ ഡോട്ട് നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് വേണം ആക്സസ് ചെയ്യാൻ. ഇപ്പൊ യൂസർ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പേജ് ആക്സസ് ചെയ്യാം. ചെറിയതാണ്, പക്ഷെ ഇതുപോലെ ഫോൾഡേഴ്സിന്റെ അകത്തു നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സാധാരണ സ്ലാഷ് വെച്ചിട്ടൊക്കെയല്ലേ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുക. ഇവിടെ ഡോട്ട് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളൊന്ന് ബാക്കോട്ട് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോജിക്സിനെ കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ ആർട്ടിസൺ കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ഈ കൺട്രോളർ ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ കൺട്രോളേഴ്സിനെ നമ്മൾ റൗട്ട്സുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കി. അതായത് ഇതായിരുന്നു അതിന്റെ സിന്റാക്സ്. റൗട്ട്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൗട്ടിന്റെ നെയിം കൊടുത്തിട്ട് ഒരു അറേ ആയിട്ട് കൺട്രോളറിന്റെ നെയിമും ആക്സസ് ചെയ്യേണ്ട മെത്തേഡിനെ ഡിഫൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് റൗട്ട് പാരാമീറ്റേഴ്സിനെ അല്ലെങ്കിൽ
കൊറി സ്ട്രിങ്ങിനെയും റിക്വസ്റ്റ് ഡാറ്റേനെയും ഒക്കെ ഒരു കൺട്രോളറിലേക്ക് പാസ് ചെയ്യുന്നത് നോക്കി നമ്മൾ ജസ്റ്റ് പാരാമീറ്റർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്താൽ മതി. നമ്മൾ ഇപ്പൊ നോക്കിയിരിക്കുന്നത് ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. കൊറി പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ നോക്കട്ടെ. ഇപ്പൊ നമ്മൾ റൗട്ട് പാരാമീറ്റേഴ്സ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളൊരു വ്യൂവിനെ, ഒരു സ്ട്രിങ്ങിനെ റിട്ടേൺ ചെയ്യുന്നതിന് പകരം ഒരു വ്യൂവിനെ എങ്ങനെയാണ് ഈ ഒരു കൺട്രോളറിന് റിട്ടേൺ ചെയ്യുന്നത് നോക്കി അതിന് നമ്മൾ വ്യൂ ഹെൽപ്പർ ഫംഗ്ഷനാണ് യൂസ് ചെയ്തത്. പിന്നെ എന്താ പറയുക, നെസ്റ്റഡ് ആയിട്ടുള്ള ഫോൾഡേഴ്സിലൊക്കെ വ്യൂ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിനെ ഓർഗനൈസ് ചെയ്തതെന്ന് നോക്കി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചെക്ക് ചെയ്തത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ലാരാവൽ ആപ്ലിക്കേഷന്റെ ഏറ്റവും ബാക്ക് ബോൺ ആണ് ഈ ഒരു കൺട്രോളേഴ്സ് എന്ന് പറയാം. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഇതൊരു സിമ്പിൾ പ്രൊജക്ട് എന്റെ കൂടെ തന്നെ ഒരു കൺട്രോളേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.